ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് കണ്ണൻ എന്ത് സംഭവിച്ചു എന്നറിയാനായിട്ട്. കണ്ണൻ പോയതിൽ പിന്നെ നമ്മുടെ പഴയ കണ്ണനായിട്ടല്ല മടങ്ങി എത്തിയിരിക്കുന്നത്. അത് എല്ലാവർക്കും മനസ്സിലായി. എല്ലാവരും എന്നിട്ട് അതിനെ ചൊല്ലി ഇങ്ങനെ കണ്ണൻ എന്താ പറ്റിയത്, കണ്ണൻ എന്താ ഇങ്ങനെ മാറിപ്പോയത്, ആ ഒരു ചോദ്യമായിട്ട് അങ്ങനെ ഇരിക്കുക. എല്ലാവരോടും കണ്ണൻ ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കുന്നു, ഭയങ്കര പക്വതയോടുകൂടി സംസാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴും ഏട്ടത്തിമാർക്കൊക്കെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ, കണ്ണൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്. കണ്ണൻ ഇവിടെ നിന്ന് പോയ ആളല്ല എന്ന് ഇവരെല്ലാം ആവർത്തിച്ച് പറഞ്ഞിട്ടും ഏട്ടന്മാർക്കാണെങ്കിൽ അത് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമാകുന്നതുമില്ല. കണ്ണൻ അത് കഴിഞ്ഞ് നമ്മുടെ ശിവൻ്റെ കടയിലേക്ക് ചെന്നു. കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കൺമണിയുമായിട്ട് ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കി. ഈ സമയത്താണ് കണ്ണൻ തൻ്റെ അനിയനാണെന്നുള്ള കാര്യം കൺമണിയോട് നമ്മുടെ ശിവൻ പറയുന്നത്. പിന്നെ അവർ ആ ഒരു സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കണ്ണനോട് കാണിച്ചു. അങ്ങനെ കണ്ണൻ ശിവൻ്റെ കടയിൽ നിന്ന് ഒരു ചായ മാത്രം മതിയെന്ന് പറഞ്ഞു. ആഹാ, അതെന്ത് പറച്ചിലാടാ, ഒരു ചായ മാത്രം മതിയെന്നോ? പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നീ എന്നൊക്കെ കണ്ണനോട് ഇങ്ങനെ നമ്മുടെ ശിവൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലടിച്ച അതേ ഡയലോഗ് തന്നെ കണ്ണൻ ഇവിടെ കടയിലും വന്ന് നിന്നിങ്ങനെ പറയുക. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ശിവനും അന്താളിപ്പ്. ഇവരെന്താ പറ്റിയത്, ഇവനെന്താ ഇങ്ങനെ മാറിപ്പോയത് എന്നുള്ളൊരിതിൽ. അപ്പോൾ കണ്ണൻ സംസാരിക്കുന്നിടത്ത് കണ്ണനെ ഇവരാണ് ഇതുപോലെ മാറാൻ കാരണമായത് എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇവരാരും കണ്ണനെ മൈൻഡ് ചെയ്തിട്ടില്ല, കണ്ണനെ അന്വേഷിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണൻ ഇപ്പോൾ ഇവരോട് ഇത്രത്തോളം ആത്മാർത്ഥത കാണിക്കേണ്ട കാര്യമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് കണ്ണൻ സംസാരിക്കുന്നത്. ഈ സമയത്ത് കണ്ണൻ അവിടെ കടയിൽ നിന്ന് ചായ കുടിച്ചിട്ട് നേരെ അവിടെ കൃഷ്ണ സ്റ്റോഴ്സ് വരെ പോകണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുക. അതും ഒരു അപരിചിതനെ പോലെ എന്ന രീതിയിലാണ് കടയിൽ വന്ന് പെരുമാറുന്നതൊക്കെ കണ്ണൻ ശിവനോടൊക്കെ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ സുലൈമാനിക്കൊക്കെ ചോദിച്ചു, ഇത് എന്താ ഇങ്ങനെ, സാറിൻ്റെ അനിയൻ എന്താ പറ്റിയത്, അദ്ദേഹം ഇങ്ങനെ തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവനിങ്ങനെ മടുത്ത് വന്നതല്ലേ, യാത്രയുടെയൊക്കെ ആയിരിക്കും, പിന്നെ പുതിയ നാട്ടിലൊക്കെ പോയി ഇങ്ങനെ നിൽക്കുന്നതൊക്കെ അല്ലേ, അതിൻ്റേതായ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശിവൻ ഇങ്ങനെ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് കണ്ണൻ നേരെ പോകുന്നത് കൃഷ്ണ സ്റ്റോഴ്സിലേക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഹരിയും ബാലനും ശത്രുവും ഒക്കെ നല്ല തിരക്കിട്ട് നിൽക്കുന്ന സമയത്തും നമ്മുടെ ശത്രു കണ്ണനെ കണ്ടപ്പോഴത്തേക്കും ആഹാ കണ്ണാ എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. എന്നിട്ട് ചെന്നൈയിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിച്ചപ്പോഴും കണ്ണൻ ആ ഒരു അകലം ഇട്ട് തന്നെയാണ് ശത്രുവിനോടും സംസാരിക്കുന്നത്. അപ്പോൾ കണ്ണൻ എന്താ പറ്റിയതെന്ന് ശത്രുവും ചോദിച്ചു. കണ്ണൻ ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ളതിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ബിസിനസ്സിനെ പറ്റിയും അതുപോലെ കച്ചവടത്തിനെ പറ്റിയും ഒക്കെയുള്ള കാര്യങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ട് കണ്ണൻ ഇങ്ങനെ സംസാരിക്കുകയാണല്ലോ. അപ്പോൾ കണ്ണൻ ഇതൊക്കെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഹരിക്കാണെങ്കിലും ബാലനാണെങ്കിലും ഒരുപാട് സന്തോഷമായി. അവരിങ്ങനെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുക, ഭയങ്കര കാര്യപ്രാപ്തിയായി കണ്ണന് എന്നൊക്കെയുള്ള ആ ഒരു ചിന്താഗതിയിൽ. അത് കഴിഞ്ഞപ്പോൾ ഇവർ പരസ്പരം അത് പറയുകയും ചെയ്തു. അതായത് നമ്മുടെ കണ്ണൻ ഇതെല്ലാം കണ്ട് മൊത്തത്തിൽ അമ്പഴത്തറ ആ ഒരു ചെറിയ സിറ്റിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഹരി ശിവനെ വിളിച്ചു. അവിടെ കടയിൽ വന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് കണ്ണൻ ഇന്ന പോലെയൊക്കെയാണ് ചെയ്തതെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അതെല്ലാം പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ ആ ഒരു സംസാരം കഴിഞ്ഞപ്പോഴേക്കും ഹരി ബാലനോട് പറയുകയാണ്, എന്തൊക്കെയാണെങ്കിലും ശിവൻ്റെയും അതുപോലെ എൻ്റെയും ഒന്നും ആ ഒരു സ്വഭാവമൊന്നും അല്ല കണ്ണന് കിട്ടിയിരിക്കുന്നത്. ബാലേട്ടൻ അവനെ ചെന്നൈയിൽ വിട്ട് പഠിപ്പിക്കാൻ തയ്യാറായതും അവിടെ തന്നെ ജോലി കിട്ടിയപ്പോൾ ആ ജോലി തുടരാനായിട്ട് അനുവദിച്ചതുമൊക്കെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം കണ്ണൻ പഴയ കണ്ണനെ അല്ല, കണ്ണന് നല്ല പക്വതയും പാകതയും ഒക്കെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം പറയാം. അപ്പോൾ ബാലനും നീ പറഞ്ഞത് നേരെ, അവൻ ആ ഒരു മാറ്റമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ കാര്യഗൗരവത്തോടു കൂടിയാണ് നമ്മുടെ കണ്ണൻ ഇപ്പോൾ പെരുമാറുന്നത് എന്ന കാര്യമൊക്കെ ഇങ്ങനെ അവർ തമ്മിൽ പറയുന്നു. അപ്പോൾ അവർ തമ്മിൽ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അഞ്ജു ഇങ്ങനെ ശിവനെ ഫോണിൽ വിളിച്ചിട്ട് സംസാരിക്കുക. അപ്പോൾ ഇങ്ങനെ കണ്ണൻ്റെ കാര്യമാണ് സംസാരിച്ചത്. കണ്ണൻ കടയിൽ വന്നിട്ട് എന്തു പറഞ്ഞു എന്നൊക്കെ ചോദിച്ചപ്പോൾ കണ്ണൻ്റെ ഈ സ്വഭാവത്തെ പറ്റിയൊക്കെ നമ്മുടെ ശിവൻ ഇങ്ങനെ അഞ്ജുവിനോട് പറഞ്ഞു. അപ്പോൾ അഞ്ജുവും പറഞ്ഞു അതുപോലെ തന്നെയായിരുന്നു ശിവേട്ട, അവൻ ഇവിടെ വെച്ചു ഒരപരിചിതൻ എന്നുള്ള രീതിയിലാണ് അവൻ ഇവിടെ ഞങ്ങളോട് എല്ലാവരോടും ഇടപെട്ടത്. അങ്ങനെ അവൻ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് തനിക്കും തോന്നിയെന്നുള്ള കാര്യം ശിവൻ ഇങ്ങനെ അഞ്ജുവിനോട് പറയുക. എന്താണെങ്കിലും അവൻ്റെ മനസ്സിൽ എന്താണെന്നൊക്കെ നമുക്ക് പതുക്കെ കണ്ടുപിടിക്കാം, നീ വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് അഞ്ജുവിനെ സമാധാനിപ്പിക്കുന്നു ശിവൻ. അങ്ങനെ ആ ഒരു സംസാരം കഴിഞ്ഞതിന് ശേഷം അഞ്ജു നേരെ ദേവിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ദേവിക്കരികിൽ ചെന്നിരുന്നപ്പോൾ ദേവി ചോദിച്ചു, അവൻ കടയിൽ ചെന്നിട്ട് എന്താ പറഞ്ഞത്, ശിവൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിച്ചപ്പം ശിവേട്ടനും പറഞ്ഞു അവൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, നമ്മുടെ പഴയ കണ്ണനെ അല്ല, ഇന്ന് നമ്മളോടെല്ലാവരോടും സംസാരിച്ച രീതിയിൽ തന്നെയാണ് അവൻ കടയിലും പോയി നിന്ന് സംസാരിച്ചതെന്നാണ് പറഞ്ഞതെന്ന കാര്യം പറഞ്ഞപ്പോൾ കണ്ണൻ എന്തൊക്കെയോ വലിയ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ദേവേച്ചി, കണ്ണൻ എന്തൊക്കെയോ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അഞ്ജുവും പറയാം. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം, കണ്ണനെ സംബന്ധിച്ചിടത്തോളം എന്തോ ഒരു പ്രശ്നം കണ്ണനുണ്ടെന്നും പറഞ്ഞു.
അങ്ങനെ കണ്ണനെക്കുറിച്ചുള്ള ആ ഒരു ആദിയും അതുപോലെ ആദിയൊക്കെ ആയിട്ട് നമ്മുടെ ദേവിയൊക്കെ അവിടെ അങ്ങനെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരമായി. അവർ കടയടച്ച് വീട്ടിലേക്ക് വന്നു. ഇവർ കടയടച്ച് വീട്ടിലേക്ക് വന്ന സമയത്താണെങ്കിലും എല്ലാവരുമായിട്ട് വർത്തമാനം പറയുന്നിടത്തേക്കൊന്നും കണ്ണൻ വരുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ കണ്ണൻ പറഞ്ഞത് നമ്മുടെ ദേവി അങ്ങനെ തന്നെ ബാലനോട് പറയാം. അതുപോലെ തന്നെ അവർ ബാക്കി അനിയന്മാരോടും ഒക്കെ ഇങ്ങനെ ദേവി പറയുന്നുണ്ട്. ഹരിയാണെങ്കിലും ശിവനാണെങ്കിലും കണ്ണൻ്റെ ആ ഒരു മാറ്റത്തെയൊക്കെ അംഗീകരിക്കുന്നു. പക്ഷേ എന്തോ ഇച്ചിരി കൂടുതലല്ലേ എന്നൊരു സംശയം. പക്ഷേ ഹരിക്ക് അത്രത്തോളം ഒന്നും തോന്നുന്നില്ല കേട്ടോ. കാരണം ശിവന് ശരിക്കും അത് തോന്നി. ശിവൻ എന്നിട്ട് അതിൻ്റെ ആ ഒരു വിഷമത്തിൽ അങ്ങനെ ഇരിക്കുക. ഇത് കഴിഞ്ഞ് മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ദേവി ബാലനോട് പറയുവാണ്, കണ്ണൻ എന്തൊക്കെയോ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ബാലേട്ടാ, കണ്ണൻ ഇപ്പോൾ പഴയതുപോലെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ, അതെ അവൻ പഴയതുപോലെയല്ല, ഇന്നവൻ കടയിൽ വന്നിരുന്നു. കടയിൽ വന്നിട്ട് അവൻ്റെ സംസാരമൊക്കെ എത്ര പക്വതയും പാകതയോടും കൂടിയാണെന്ന് അറിയോ. നമ്മൾ കാണാൻ ആഗ്രഹിച്ച കണ്ണനായിട്ട് തന്നെ അവൻ മടങ്ങി വന്നിരിക്കുന്നതെന്നൊക്കെ ബാലൻ ഇങ്ങനെ സന്തോഷത്തോടെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അതെ അങ്ങനെ തന്നെയാണ് മാറി വന്നിരിക്കുന്നത്. പക്ഷേ അവൻ എന്തൊക്കെയോ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് നല്ല മാറ്റമായിട്ട് എനിക്ക് തോന്നുന്നില്ലെന്നും നമ്മളൊക്കെ വെറും അന്യരാണെന്നുള്ള രീതിയിലാണ് അവൻ സംസാരിക്കുന്നത്. അവൻ്റെ പെരുമാറ്റവും അങ്ങനെയാണ്. അവൻ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ എന്നിട്ട് ദേവി ഇങ്ങനെ ബാലനോട് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലനും എന്തോ പോലെ ആയിപ്പോയി. അപ്പോൾ ദേവി പറഞ്ഞു, ബാലേട്ടൻ പോയി അവനോട് സംസാരിക്കണം, എന്താണ് അവൻ്റെ ഉള്ളിലുള്ളത് എന്ന് അറിയണം. അപ്പോൾ അല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ എന്നും പറഞ്ഞു. ശരി, ദേവി പറഞ്ഞതല്ലേ. ബാലൻ നേരെ കണ്ണൻ്റെ അടുത്തേക്ക് പോയി കണ്ണനോട് സംസാരിക്കാനായിട്ട്. ബാലൻ ചെന്നപ്പോൾ കണ്ണൻ അവിടെ എന്തോ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുക. ഏട്ടനെ കണ്ടപ്പോഴത്തേക്കും എഴുന്നേക്കണ്ടടാ മോനെ, നീ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അത് കുഴപ്പമില്ല ഏട്ടാന്നും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുക. അപ്പോൾ ഇവർ തമ്മിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണനോട് അവിടുത്തെ ജോലിയെ പറ്റിയും അതുപോലെ അവിടുത്തെ സാഹചര്യങ്ങളെ പറ്റിയൊക്കെ നമ്മുടെ ബാലൻ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുള്ള കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി തെറ്റാതെ കണ്ണൻ ഇങ്ങനെ പറഞ്ഞു കേൾപ്പിക്കുന്നു. എന്നിട്ട് കണ്ണൻ പറഞ്ഞു തൻ്റെ ഇപ്പോഴത്തെ വരവിനുള്ള ഉദ്ദേശം തനിക്കൊരു ബിസിനസ് തുടങ്ങണമെന്നും ആ ബിസിനസ് നടത്തുവാൻ വേണ്ടി കുറച്ച് തുക അതിൻ്റെയൊക്കെ ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സഹായം എനിക്ക് വേണം എന്ന കാര്യം പറഞ്ഞപ്പോഴേക്കും ബാലൻ ഇങ്ങനെ വല്ലാതെയായി. ബാലൻ ഇങ്ങനെ നോക്കുക. ഇപ്പം അങ്ങനെയൊക്കെ ഒരു ബിസിനസ് തുടങ്ങാൻ പാകത്തിനുള്ളൊരു പ്രാപ്തി നിനക്കായോ എന്ന് ചോദിച്ചപ്പോൾ, പ്രാപ്തിയെല്ലാം അവനവനായിട്ട് ഉണ്ടാക്കുന്നതല്ലേ ബാലേട്ടാ, അല്ലാതെ ചുമ്മാ ഉണ്ടാകുന്നതല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഒരു രീതിയിലൊരു ഡയലോഗും കാര്യങ്ങളും. അന്നേരം ബാലൻ ചോദിച്ചു, എത്ര രൂപയാണ് നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചു. മിനിമം എനിക്കൊരു 15 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. 15 ലക്ഷം രൂപയൊന്നും ചോദിച്ചുകൊണ്ട് ബാലൻ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റപ്പോഴേക്കും അനിയൻ പറയുവാണ്, അതിന് എനിക്ക് വേണ്ടി 15 ലക്ഷം രൂപയ്ക്ക് വലിയേട്ടന് ഇവിടെ കിടന്ന് നെട്ടോട്ട് ഓടുകയൊന്നും വേണ്ട, എനിക്കായിട്ടുള്ള എൻ്റെ വിഹിതം ഉണ്ടല്ലോ അതങ്ങോട്ട് അളന്നെഴുതി തിരിച്ചു തന്നാൽ മതി, ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ സാന്ത്വനത്തിൻ്റെ അടിവേര് തോണ്ടാനായിട്ടുള്ള പ്ലാനുമായിട്ടാണ് കണ്ണൻ വന്നിരിക്കുന്നത്. അങ്ങനെ സാന്ത്വനത്തെ തല്ലി പിരിച്ച് 4 വഴിക്കാക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ട് എന്നുള്ള രീതിയിൽ അവരും ചിന്തിക്കും. കണ്ണൻ ആ ഒരു വാക്ക് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ബാലൻ്റെ ശ്വാസം നിന്നുപോയി. ബാലനെ തകർത്തുകൊണ്ടാണ് തൻ്റെ ആവശ്യം കണ്ണൻ ബാലൻ്റെ മുന്നിൽ അവതരിപ്പിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിശേഷമൊക്കെ ആയിട്ട് നമ്മുടെ കഥ വരുന്നുണ്ട്. എല്ലാവരും കാണണം കേട്ടോ. എല്ലാവർക്കും നന്ദി.